ഇത് സാങ്കളുടെ പണിയാണെന്ന് അച്ഛനും മനസ്സിലാവും. അച്ഛൻ ചോദ്യം ചെയ്യുമ്പോൾ മറയ്ക്കാൻ ശ്രമിച്ച ചില തെറ്റുകൾ ഞാൻ എക്സ്പോസ് ചെയ്തേ ഉള്ളൂ എന്ന് അവൻ പറയും. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിന് അങ്ങനെ പുറത്തുനിന്ന് ആർക്കെങ്കിലും ഒക്കെ വന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. എന്ന് മുതലാണ് ഇത് ഇങ്ങനെയൊക്കെ ആയതെന്ന് ജോളിന്റെ വൈഫ് ചോദിക്കും. അവിടെ ആകെ ബഹളവും. അതിനിടയ്ക്ക് കണ്ടിന്യൂ ചെയ്തോളാൻ സാങ്യോള് മിസ് പാർക്കിന് സിഗ്നൽ കൊടുക്കും. എന്റെ കയ്യിലിരിക്കുന്നത് ഹേമോ ഫാർമസ്യൂട്ടിക്കൽസിന്റെ സിഇഒ ആയിരുന്നപ്പോൾ ജയോള് ചെയ്ത ട്രാൻസാക്ഷൻസിന്റെ കോപ്പിയാണ്. അന്ന് ഒരു മെഡിക്കൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ജയോള് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇന ഓൾഡ് ഹെഡ് ആയിരുന്ന സമയത്താണ്. ഇന ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്തു. പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അവരന്ന് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. മനഃപൂർവ്വം ഇന ഇത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് സംശയമുണ്ടെന്ന് അവൾ പറയുമ്പോൾ എല്ലാവരും ഇന എടുത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കും. ഞാൻ ഇതൊക്കെ കാണുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇല്ലീഗലായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഒഫീഷ്യലായിട്ട് പിന്നീട് അതിനെപ്പറ്റി അന്വേഷിക്കാതിരുന്നത് എന്ന് ഇന പറയുമ്പോൾ ഇല്ലീഗലായിട്ടൊന്നും നടന്നിട്ടില്ല എന്ന് ഇയാളെ സ്വയം തീരുമാനിച്ചാൽ മതിയോ എന്ന് സാങ്കുളി ചോദിക്കും. ഓഡിറ്റ് ഹെഡ് എന്ന നിലയിൽ ആ വക തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് അവൾ മറുപടി കൊടുക്കും. ഇത് കമ്പനി ഒരു രീതിയിലും ബാധിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മറ്റാരെയും അറിയിക്കാഞ്ഞത്. തന്നെയല്ല, ഇപ്പോൾ സക്സസറുടെ പേരിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ പുറത്തു വരികയാണെങ്കിൽ അത് കമ്പനിയെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് അവൾ പറയുമ്പോൾ അതങ്ങനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനയുടെ പേഴ്സണൽ ഫീലിങ്സ് കാരണം അത് മറച്ചു വെച്ചതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് മിസ് പാർക്ക് പറയും. അങ്ങനെ അവിടെ ആകെ ബഹളവും. അച്ഛന് വയ്യാതെ വരും. അച്ഛനെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. എല്ലായിടത്തും ഇതിനെപ്പറ്റിയൊക്കെ റിപ്പോർട്ട്സ് വന്നോളും. എല്ലായിടത്തും അവരുടെ അടുത്തേക്ക് ചോദ്യങ്ങൾ വരുമെന്ന് ടീമിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർ ചോദിച്ചാൽ പോലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും തുറന്നു പറയരുതെന്ന് അവർ തീരുമാനിക്കും. ഇതേപോലെ ഒരാള് ഇങ്ങനെ ഒരു കാര്യം കവറപ്പ് ചെയ്തിരുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാണുമല്ലോ. അവർ തമ്മിൽ ഇപ്പോഴും റിലേഷൻ ഉണ്ടോന്ന് ആ സംശയം പറയുമ്പോൾ ഒരിക്കലും ഇല്ല, മിസ്റ്റു ഇപ്പോൾ ഡേറ്റ് ചെയ്യുന്ന ആരെയാണെന്ന് എനിക്കറിയാമെന്ന് യൂൺ പറയും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സർപ്രൈസ് ആണ്. ആരാണെന്ന് ചോദിച്ചിട്ട് അവളെ പെസ്റ്റർ ചെയ്യും. ഞാനായിട്ടത് പറയത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്, നിങ്ങളൊന്ന് ചുറ്റും നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവൾ പറയും. ഇനയെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കും. എനിക്ക് ആ സമയത്ത് ജയോളുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻ ഒരു രീതിക്കും ഈ ഇൻവെസ്റ്റിഗേഷനെ ബാധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും ഒരു പ്രാവശ്യം റിലേഷനിലായിരുന്ന ആൾക്കാർ എന്തായാലും സ്ട്രേഞ്ചേഴ്സ് അല്ലല്ലോ എന്ന് അവർ തിരിച്ചു ചോദിക്കും. ബ്രേക്കപ്പ് ആയതിനു ശേഷം അവർ സ്ട്രേഞ്ചേഴ്സിനെക്കാട്ടിലും മോശമായ അവസ്ഥയിലായിരിക്കും പരസ്പരം കാണുമ്പോൾ എന്നാണ് അവൾ മറുപടി കൊടുക്കുന്നത്. അതേസമയം തന്നെയാണ് സാങ്കുളും രണ്ട് എക്സിക്യൂട്ടീവ്സും കൂടി ജയോളിനെ ചോദ്യം ചെയ്യുന്നത്. എല്ലാ ഡോക്യുമെന്റ്സും അവരുടെ കയ്യിലുണ്ട്. അതെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഇല്ലീഗലായിട്ടൊന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് ബോധ്യപ്പെടുമെന്ന് ജയോള് പറയുമ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, എന്തായാലും കേസ് നടക്കട്ടെ, ഇത് വാദിക്കാൻ പാകത്തിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കേസിന്റെ അവസാനം എന്താണെന്ന് നമുക്ക് അന്നേരം നോക്കാം എന്നാണ് സാങ്കുള് പറയുന്നത്. ഇന അവളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് മിസ് പാർക്ക് വന്ന് സാങ്കുളിന്റെ അടുത്ത് പറയുമ്പോൾ അവന് ദേഷ്യവും. കാര്യങ്ങൾ ഇത്രയൊക്കെ എത്തിയിട്ടും ഇന ഒരു രീതിക്കും സഹകരിക്കുന്നില്ലെങ്കിൽ അവളെ ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് അവൻ തീരുമാനിക്കും. ഇന്റർഗേഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ന്യൂസ് ചാനൽസിൽ നിന്നും റിപ്പോർട്ടേഴ്സിന്റെ അടുത്തു നിന്നും ഒക്കെ ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടാവും. അവർക്ക് അവളെ കണ്ടെന്ന് സംസാരിക്കണം, ഇന്റർവ്യൂ എടുക്കണം. അവള് അതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു റിപ്പോർട്ടർ വരും. ഹീസൺ ഡെയിലിയുടെ റിപ്പോർട്ടർ ആണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പരിചയപ്പെടുത്തുന്നത്. എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് അവള് പറയുമ്പോൾ അവള് ചൈൽഡ്ഹുഡിൽ വളർന്ന സ്ഥലത്തെ പറ്റിയും അവളുടെ ഫാമിലിയെ പറ്റിയും അയാൾ മെൻഷൻ ചെയ്യും. ഇയാളും അമ്മയും ആ സ്ഥലത്ത് ഫേമസ് ആയിരുന്നു എന്ന് എനിക്കറിയാം അയാൾ പറയുമ്പോൾ നിങ്ങൾ ഹേസൺ ഡെയിലി എന്നാണെന്നല്ലേ പറഞ്ഞത്, അതൊരു ഗോസിപ്പ് പേപ്പർ അല്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ അത് സത്യമാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ കോപ്പി പേസ്റ്റ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി. അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള സ്ഥലമല്ല ഇത്, ഇവിടെ ശരിക്കുള്ള റിപ്പോർട്ടേഴ്സിനെ മാത്രമേ കടത്തിവിടാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്സൈഡർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ സെക്യൂരിറ്റിയെ വിളിച്ച് അയാളെ പുറത്താക്കും. പാർക്കിംഗ് ലോട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിറയെ റിപ്പോർട്ടേഴ്സ് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാണും. ആ സമയം കൊണ്ട് കീജും ആരും കാണാതെ അങ്ങോട്ടേക്ക് കാറും കൊണ്ടുവന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും. അവൾ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അതിന്റെ ഫ്രണ്ടിലും റിപ്പോർട്ടേഴ്സ് ആണ്. അങ്ങനെ അവൻ അവളെയും കൂട്ടി അവന്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കിയ റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്നു. കാർ പോകുന്ന സൗണ്ട് കേട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് സംശയം തോന്നും. അങ്ങനെ അവരെ ഫോളോ ചെയ്ത് ചെല്ലും. എന്നിട്ട് രണ്ടുപേരും കൂടി കീജുവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കയറി പോകുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കും. അയാളെ വേറെ ആർക്കും ആ ഫോട്ടോസ് ഫോർവേഡ് ചെയ്യും. ആ ആളെ പറ്റി അന്വേഷിച്ച് എനിക്ക് എല്ലാ ഡീറ്റെയിൽസും തരണമെന്ന് അയാൾ ആവശ്യപ്പെടും. ഇന ഫ്രഷ് ആയിട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഫീസ് തന്നെ അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സമയത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്, അവരെല്ലാവരും ഓരോരോ ഡിഷായിട്ട് പ്രിപ്പയർ ചെയ്ത് എനിക്കിങ്ങനെ തന്നയക്കാറുണ്ടെന്ന് അവൻ പറയും. അവന്റെ ഫാമിലിയെ പറ്റി ചോദിക്കും. അവൻ സിസ്റ്റേഴ്സിന്റെ കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കും.
പിറ്റേ ദിവസം ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് വരുന്നത്. ജയോളുമായിട്ട് എനിക്ക് അഫയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നെ ഡേറ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ ടീമിലെ ഒരു ടീംമേറ്റിനെയാണ്. അവളുടെ ഫാമിലി ഹിസ്റ്ററിയും ഇങ്ങനെ തന്നെയാണ്. ഇനയുടെ അമ്മയും ഒരു മിസ്ട്രസ് ആയിരുന്നു എന്നൊക്കെ ഉള്ള രീതിക്കാണ് ന്യൂസ് വന്നേക്കുന്നത്. അത് ഓഫീസിൽ മുഴുവൻ സ്പ്രെഡ് ആവും. അവർ മൂന്നുപേരും കണക്റ്റഡ് ആണെന്ന് അറിയുമ്പോൾ സാങ്കുലിന് സന്തോഷമാവും. അത് വെച്ചിട്ട് സ്റ്റോറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്കാൻഡലിന് സാധ്യതയുണ്ടെന്ന് അവന് മനസ്സിലാവും. ആ ന്യൂസിൽ പറഞ്ഞേക്കുന്ന ആളെ കീജൂൺ തന്നെയാണോ എന്ന് എല്ലാവർക്കും അറിയണം. ഇനയുടെ ഫാമിലി ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞേക്കുന്നത് ശരിയാണോ എന്ന് അറിയണം. അവിടെ ആകപ്പാടെ ബഹളം ആകുമ്പോഴത്തേക്കിനും കീജൂൺ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് ചെല്ലും. ഇന ചൈൽഡ്ഹുഡ് സ്പെൻഡ് ചെയ്ത സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയതൊക്കെ സത്യമാണ്. അത് എൻ്റെ മാത്രം എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ്. ഞാൻ തെറ്റായിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ആ റിപ്പോർട്ടർ മറ്റുള്ള ജേർണലിസ്റ്റിൻ്റെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതന്നെയാണ് കീജൂൺ ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാള് എന്തിനാണ് കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചത്? ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഇങ്ങനെ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിങ്ങളോട് അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കീജൂൺ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ അവളെ ഡിഫെൻഡ് ചെയ്തതെന്നുള്ള രീതിക്കൊക്കെ അയാൾ സംസാരിക്കും. അത് കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരും. അയാൾ കെട്ടൊരെണ്ണം പൊട്ടിക്കും. അയാൾ തിരിച്ചടിക്കും. അവൻ ദേഷ്യം തീരുന്നവരെ അയാളെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ വന്നാണ് പിടിച്ചു മാറ്റുന്നത്. ഇന അവിടെ നിന്ന് നടന്നു വരുമ്പോൾ മിസ് പാർക്കിനെ കാണും. മിസ് പാർക്ക് അവളോട് ബിറ്ററായിട്ടാണ് സംസാരിക്കുന്നത്. ആർക്കാണ് നഷ്ടം സംഭവിച്ചതെന്ന് കണ്ണു തുറന്ന് നോക്കാൻ എന്നോട് പറഞ്ഞില്ലേ? എനിക്ക് അതേ കാര്യം ഇപ്പൊ തിരിച്ചു പറയാനായിട്ടുണ്ട്. ഇവിടെ എനിക്കോ ഇയാൾക്കോ ജയോളിനോ ഒന്നുമല്ല നഷ്ടം സംഭവിച്ചേക്കുന്നത്. അത് കീജൂണിനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇയാൾക്ക് അറിയാവൂ. കീജൂണിനെ സ്കേപ്പ് ഗോട്ട് ആക്കാനായിട്ടാണ് സാങ്കുൾ ശ്രമിക്കുന്നത്. ജയോളിന്റെ നിർദ്ദേശപ്രകാരമാണ് അതൊക്കെ ചെയ്തതെന്ന് പറയും. അപ്പോൾ ഇയാളും ആ കൂട്ടത്തിൽ വരും. ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് കീജൂണിന് മാത്രമാണെന്ന് അവള് പറയും. ജയോളും കീജൂണും ഇനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവർ കൂട്ടുപ്രതികളാവുമോ? എനിക്കത് ഫണ്ണി ആയിട്ട് തോന്നുന്നു എന്നൊക്കെ മിസ് പാർക്ക് സംസാരിക്കുമ്പോൾ വാക്കിന്റെ അർത്ഥം അറിയാതെ ഉപയോഗിക്കരുതെന്ന് ഇനെ തിരിച്ചു പറയും. കൂട്ടുപ്രതി എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാള് സാങ്കുകളുമായിട്ട് ചേർന്നിട്ടാണ് ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. ആവശ്യം വന്നപ്പോൾ ഒന്നും ചോദിക്കാതെ സെൽഫ്ലെസ് ആയിട്ട് ഇയാളെ ഹെൽപ്പ് ചെയ്തൊരു ഫ്രണ്ടിനെ ചതിക്കുകയാണ് ഇയാൾ ചെയ്തത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി സത്യസന്ധനായ ഒരാളെ കുറ്റക്കാരനാക്കി പ്രതി ചേർക്കാനായിട്ട് കൂട്ടുനിന്ന ഒരു കൂട്ടാളിയാണ് ഇയാളെന്ന് സ്വയം തിരിച്ചറിയുന്നത് നന്നായിരിക്കുമെന്ന് മിസ് പാർക്കിന്റെ അടുത്ത് അവള് പറയുമ്പോഴത്തേക്കിനും മിസ് പാർക്കിന്റെ ദേഷ്യം കൂടും. ഒരു രീതിക്കും ഇനി അടുത്ത് പറഞ്ഞു ജയിക്കാൻ പറ്റത്തില്ല. അവള് ഫാക്ട്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ റിപ്പോർട്ടറെ അടിച്ചിട്ട് കീജൂൺ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്ന് അന്നേരം അവള് ഇനി അടുത്ത് പറയും. രണ്ടുപേരും സെറ്റിൽമെന്റിന് തയ്യാറല്ല. അങ്ങനെ അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചും വാക്കുതർക്കം ഉണ്ടാവും. നിങ്ങളെ എന്തറിഞ്ഞിട്ടാണ് ആ പെൺകുട്ടിയെ പറ്റി അത്രയും മോശമായിട്ട് എഴുതിയത്? ആ പെൺകുട്ടി വളർന്നു വന്ന സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവള് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട്, എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇത്രയും സക്സസ്ഫുൾ ആകാനായിട്ട് എന്തുമാത്രം കടമകൾ കടന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ പറ്റി യാതൊന്നും എഴുതാനോ സംസാരിക്കാനോ ഉള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്നൊക്കെ അവൻ ആ റിപ്പോർട്ടർ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറയും. ഇയാൾക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു റിപ്പോർട്ടർ പറയുമ്പോൾ അതെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ എത്ര കളിയാക്കിയാലും അവളെക്കുറിച്ച് സംസാരിക്കാൻ പോലും നിങ്ങൾ യോഗ്യനല്ല എന്നൊക്കെ അവൻ പറയുന്നത് അങ്ങോട്ടേക്ക് വരുന്ന ഇന കേൾക്കും. അതുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് പോകാതെ തിരിച്ച് അവന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. അവള് കീജൂണിന്റെ അടുത്ത് താങ്ക്സ് പറയാം. ഞാനായിട്ട് കൊടുക്കേണ്ടത് കീജൂണായിട്ട് കൊടുത്തു, അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് അവള് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവനാണെങ്കിലും പോകാൻ സമ്മതിക്കത്തില്ല. നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ പിടിച്ചു നിർത്തും. അവളുടെ ലൈഫിൽ ഒരിക്കൽ പോലും ക്രിസ്മസ് ട്രീ ഒന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല എന്ന് അവനെ മനസ്സിലാവും. ഇനി മുതൽ എല്ലാ വർഷവും നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ ചെയ്യാമെന്ന് അവനവൾക്ക് ഉറപ്പ് കൊടുക്കും. പിറ്റേ ദിവസം ഇന ഓഫീസിലേക്ക് പോകുമ്പോൾ കീജൂന്റെ മൂത്ത ചേച്ചിയുടെ കോള് വരും. അവന്റെ ഫാമിലി അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഓൾറെഡി എനിക്കറിയാം. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവനെ പറ്റിയാണ് അറിയേണ്ടത്. കീജൂൺ ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അഥവാ അറ്റൻഡ് ചെയ്താൽ തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ സത്യസന്ധമായിട്ട് പറയാനും പോകുന്നില്ല. ഇയാൾക്ക് VP ആയിട്ട് റിലേഷൻ ഉണ്ടെന്നൊക്കെയാണ് ഞങ്ങൾ ന്യൂസ് കാണുന്നത്. എന്ത് വിശ്വസിക്കണം, ഏതൊക്കെയാണ് കള്ളം എന്നൊന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് എല്ലാ ദിവസവും അവനെ കാണാൻ വന്നതെന്ന് രണ്ടാമത്തെ ചേച്ചി ചോദിക്കും. അവന്റെ ജോലിക്ക് എന്തെങ്കിലും പറ്റുമോ, അവനെ പറഞ്ഞു വിടുവോ, അതൊക്കെയാണ് മൂന്നാമത്തെ ചേച്ചിക്ക് അറിയേണ്ടത്. അവരുടെ കൺസേൺ കാണുമ്പോൾ അവക്കും ഗിൽറ്റി ഫീലിംഗ് വരും. അന്ന് വീണ്ടും കീജൂണിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കഴിയുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരാം, നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോവാമെന്ന് അവൻ ഇനയെ വിളിച്ചു പറയും. എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്ത് പറഞ്ഞാലും അത് ഇയാളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തിരിച്ചറിയണം. ഒരിക്കലും ഞാൻ പറഞ്ഞത് ആലോചിച്ച് വേദനിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇന കോള് കട്ട് ചെയ്യും.
പ്രസ് കോൺഫറൻസ് നടക്കുന്ന ഹാളിലേക്കാണ് ഇനി അവിടുന്ന് വരുന്നത്. അന്നേരം ഫോൺ നോക്കിക്കൊണ്ട് മറ്റേ റിപ്പോർട്ടർ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണും. അവൾ പെട്ടെന്ന് തന്നെ ചെന്ന് അയാളെ പിടിച്ച് പുറത്താക്കിയിട്ട് കഥ കടച്ച് കുറ്റിയിടും. എന്നിട്ടാണ് ബാക്കിയുള്ള ജേർണലിസ്റ്റിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കീജൂൺ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫീലിങ്സ് കാരണം അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ട, ഞാൻ നോക്കിക്കോളാമെന്ന് കീജൂണിൻ്റെ അടുത്ത് ഞാനാണ് പറഞ്ഞത്. ഒരു ടീം ലീഡർ എന്ന നിലയിൽ ഞാൻ എൻ്റെ അധികാരം മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. കീജൂണിനെ ഞാൻ ഒരു സബോർഡിനേറ്റ് എന്ന നിലയിൽ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തതെന്ന് അവൾ അവിടെ വെച്ച് പറയും. എന്ത് ഫീലിങ്സിനെ പറ്റിയാണ് പറയുന്നത്? വി പി എടുത്ത് ഇഷ്ടമായിരുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് അവരെടുത്ത് ചോദിക്കുമ്പോൾ അവൾ പക്ഷെ മിണ്ടാതെ നിൽക്കും. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ വർക്ക് ചെയ്യുന്നത് അവരുടെ ഷിപ്മെന്റ് സെന്ററിലാണ്. അവിടേക്ക് വരുന്ന എല്ലാ പാഴ്സൽസിന്റെയും ക്വാണ്ടിറ്റി കറക്റ്റ് ആണോ, കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കൃത്യമായിട്ടാണോ, ക്വാളിറ്റി ഉള്ളതാണോ, ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കേണ്ടത്. റിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇനി അവർ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. ദൂരെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യും. അതും തീരെ പ്രാധാന്യമില്ലാത്ത റോളിലായിരിക്കും. മാക്സിമം ഹ്യൂമിലേറ്റ് ചെയ്യാനേ അവർ നോക്കത്തുള്ളൂ. അപ്പൊ അത് തന്നെയല്ലേ നല്ലതെന്നൊക്കെ HR ഇനി അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളതെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എനിക്കൊരു ഹെൽപ്പ് വേണം, എനിക്ക് ഷിപ്മെന്റ് സെന്ററിലേക്ക് പോസ്റ്റിംഗ് തരാൻ പറ്റുമോ എന്ന് അവളായിട്ട് അങ്ങോട്ടേക്ക് HR അടുത്ത് ചോദിക്കുന്നതാണ്. ഇന്റേണലി അന്വേഷിച്ചിട്ടും പുറത്ത് കോടതിയിൽ കേസ് കൊടുത്തിട്ടും ഒരു രീതിക്കും ജയോളിനെതിരെ തെളിവൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാങ്കളിനും കൂട്ടർക്കും പറ്റുന്നില്ല. കോടതി അവനെ വെറുതെ വിടും. എന്നിട്ടും ജയോള് കമ്പനിയിലെ പൊസിഷൻ രാജിവെക്കും. അമ്മയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിവോഴ്സിന് സമ്മതിക്കണമെന്ന് വൈഫിനെയും പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ അവിടെ വെച്ചിട്ട് അതുപോലെ വീണ്ടും അവള് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാനായിട്ട് വിസമ്മതിക്കും. ഇപ്പോൾ സാങ്കളാണ് കമ്പനിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. കമ്പനി മുഴുവൻ കുത്തഴിഞ്ഞു കിടക്കുകയാണ്. അച്ഛന്റെ കണ്ടീഷനും വളരെ മോശമാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കയ്യിലൊന്നും ഇല്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വരും എന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ വൈഫ് അവൻ്റെ അടുത്ത് ചോദിക്കും. നമ്മൾ രണ്ടുപേരും ഒരുമിക്കുവാണെങ്കിൽ ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കത്തില്ലെന്ന് നിനക്കറിയാലോ. ഞാൻ എൻ്റെ ഹാപ്പിനെസ് നോക്കി പോകാൻ പോവുകയാണ്. നിനക്ക് എൻ്റെ കൂടെ ഒരിക്കലും സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. നീയും നിന്റെ ഹാപ്പിനെസ് തേടി പോകണം എന്ന് പറയുമ്പോൾ ഇന കാരണമാണോ എന്ന് അവളെടുത്ത് ചോദിക്കും. ഒരിക്കലും അല്ല, അതൊരു റീസണേ അല്ല എന്ന് ജയോൾ അവൾക്ക് ഉറപ്പ് കൊടുക്കും. അങ്ങനെ അവള് ഡിവോഴ്സിന് സമ്മതിക്കും. ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമൊക്കെ ഉണ്ട്, പലതും കൃത്യമായിട്ടൊന്നും അല്ല അവർ പാക്ക് ചെയ്തേക്കുന്നതെന്നൊക്കെ ഇന കണ്ടുപിടിക്കും. അതേസമയത്ത് തന്നെ ഷിപ്മെന്റിന്റെ സമയത്തും എററൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ഇന ചെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന VP ആയിരുന്നപ്പോൾ സ്പെയർ പാർട്സ് ഒക്കെ ഈ കമ്പനിയിൽ നല്ല വാങ്ങിച്ചുകൊണ്ടിരുന്നത്, പുതിയ VP വന്നപ്പോൾ കമ്പനി മാറ്റി, അതിനുശേഷമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയെന്ന് അവിടുത്തെ ആള് അവളോട് പറയും. അവളുടെ സംശയങ്ങളൊന്നും വെറുതെ അല്ലെന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അങ്ങനെ അടുത്ത ദിവസം അവിടുന്ന് ഡെലിവറിക്ക് വരുമ്പോൾ ആരും കാണാതെ അവൾ പോയി ഒരു പാക്കറ്റ് പൊട്ടിച്ചു നോക്കും. അപ്പോൾ അവരുടെ ഇലക്ട്രോണിക്സ് കമ്പനിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് തുരുമ്പൊക്കെ എടുത്ത പാർട്സ് ആണെന്ന് അവൾ കാണും. അങ്ങനെ അവൾ അത് തെളിവിന് വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. സാങ്കുള VP ആയപ്പോൾ പിന്നെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടല്ല ഓഫീസിൽ നടക്കുന്നത്. എല്ലായിടത്തും അവന്റെ ആളുകളാണ് പിടിമുറുക്കിയേക്കുന്നത്. ഓഡിഷനായിട്ടും പുതിയ ആൾ വന്നിട്ടുണ്ട്. ഓഫീസിലെ മുഴുവൻ ആളുകൾക്കും സാങ്കുളിന്റെ രീതികളോട് അമർഷമുണ്ട്. പക്ഷെ ആർക്കും എതിർത്ത് സംസാരിക്കാനായിട്ട് വയ്യ. എല്ലാവർക്കും പേടിയാണ്. കീജൂൺ ആണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, കൃത്യം 6 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും. എല്ലാ ദിവസവും ഇതിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് കീജൂൺ പോകുന്നത്. ഒരുപാട് ദൂരെ ആണെങ്കിലും രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും അവർ മീറ്റ് ചെയ്യാറുണ്ട്. സാങ്കുളിനെതിരെ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന. അതിന് കീജൂണും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്പനിയിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടാനാണ് സാങ്കുളിന്റെ നീക്കമെന്ന് എനിക്ക് സംശയം തോന്നും. അത് ശരിയാണ്. അടുത്ത മീറ്റിംഗിൽ സബ്സിഡിയറി കമ്പനീസ് കുറെ എണ്ണം ലയിപ്പിക്കുന്നതിനെ പറ്റി അവൻ സംസാരിക്കും. ഒരുപാട് പേർക്ക് ജോലി പോകുന്ന കാര്യമാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കമ്പനിയുടെ ഫണ്ട് വെറുതെ ചെലവഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവൻ പറയുന്നത്. ഇത്രയും വർഷം കമ്പനിയിൽ ജോലി ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുമ്പോൾ അത് ലീഗലായിട്ടും മാനേജ്മെന്റ് ലെവലിലും പ്രശ്നം വരുമെന്ന് HR പറയുന്നുണ്ട്. റിസ്ക് മാനേജ്മെന്റിനാണ് നിങ്ങളെ ഈ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാതെ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. വാങ്ങിക്കുന്ന സാലറിക്ക് ആ ജോലിയൊക്കെ ചെയ്യണം എന്നുള്ള രീതിക്ക് അവൻ സംസാരിക്കും. ഓഡിറ്റ് ടീം 3 മൊത്തത്തിൽ ഡിസോൾവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കീജൂണിനെയും ബാക്കി 2 പെൺകുട്ടികളെയും മാത്രമേ മറ്റേ ടീമിലേക്ക് മാറ്റുന്നുള്ളൂ. ബാക്കി 3 പേരെയും പറഞ്ഞു വിടുകയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും എല്ലാ ടീംസിൽ നിന്നും ഇതുപോലെ ആളുകളെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ സ്വമേധയാ കൊടുക്കുന്ന സമയത്തിനുള്ളിൽ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ അവരുടെ സാലറി കെട്ടിയും അങ്ങനെ അവിടുന്ന് പറഞ്ഞു വിടാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇതൊക്കെ എങ്ങനെ എംപ്ലോയീസിൻ്റെ അടുത്ത് പറയണമെന്ന് HR ഒരു പിടിയില്ല. അവർക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ സാങ്കളുടെ പ്രഷർ കാരണം ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ കീജൂൺ ഇനെ വിളിക്കും. ഇവിടെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഡിഫക്റ്റീവ് ആയിട്ടുള്ള പാർട്സ് ഒക്കെയാണ്
മെയിൻ കമ്പനീസിലേക്കൊക്കെ അയക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പുതിയ മെഷീൻസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ കമ്പനിക്ക് പ്രശ്നം വരും. അങ്ങനെ കമ്പനി അടച്ചുപൂട്ടാനാണ് സാങ്യോൾ നോക്കുന്നതെന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും ഓഫീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി കീജൂണും അവളുടെ അടുത്ത് പറയും. അവർ മൂന്നുപേരും നല്ല ഡിപ്രസ്ഡ് ആണ്. അതുകൊണ്ട് അവരുടെ കൂടെ ഇന്ന് ഞാൻ ഉണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത്. കാണാൻ വരാൻ പറ്റത്തില്ല എന്ന് പറയും. ഒരു പക്ഷേ ഇനയ്ക്ക് അവരെ കാണാൻ താല്പര്യമുണ്ടോ, ഇനയെ കാണുമ്പോൾ അവർക്കും സന്തോഷമാവുമെന്ന് അവൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അവർ മൂന്നുപേരും ടീം ഡിന്നറിന്റെ സമയത്ത് നല്ല നിരാശയിലാണ്. അതുകൊണ്ട് തന്നെ കീജൂൺ ഓരോന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഇയാളുടെ കാര്യം അല്ലാത്തത് കൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതെന്നൊക്കെ അവർ തിരിച്ചു പറയും. കുറച്ചു നേരം കഴിയുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയക്കും. ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അകത്തേക്ക് ചെല്ലത്തില്ല. അങ്ങനെ അവൻ അവളെ അന്വേഷിച്ച് പുറത്തേക്ക് ചെല്ലുമ്പോൾ അവള് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ HR ഹെഡിന്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സിൽ നമ്മളുടെ സൈഡിൽ നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ വേണമെന്ന് ഞാൻ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ കളക്ട് ചെയ്ത എവിഡൻസ് എല്ലാം ഞാൻ HR ഹെഡിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഇനി പറയും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ബാക്കിയുള്ളവരെല്ലാം വെളിയിലേക്ക് വരുന്നത്. ഇവരെ രണ്ടുപേരെ കാണുമ്പോഴാണ് അവരിപ്പോഴും ഡേറ്റ് ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അവളെന്ന് പത്രസമ്മേളനത്തിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവര് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, ശരിക്കും പറഞ്ഞതാണ് എന്നൊക്കെ അവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അല്ല സത്യം എന്ന് അവർക്ക് മനസ്സിലാവും. രണ്ടുപേരെയും അവർ കൺഗ്രാജുലേറ്റ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും. ഇതൊന്നും ഓർത്ത് സന്തോഷിക്കാനുള്ള മാനസികാവസ്ഥ അവർക്കില്ലല്ലോ. അവരുടെ വിഷമം കാണുമ്പോഴത്തേക്കിനും ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്, എല്ലാത്തിനും ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന് ഇന അവർക്ക് ഉറപ്പ് കൊടുക്കും. അന്ന് സാങ്യോൾ അവിടേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് കമ്പനി ആളുകളെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരു ഹോസ്റ്റസ് ബാർ ബുക്ക് ചെയ്യണമെന്ന് അവളോട് പറയും. ഷോക്ക്ഡായിട്ട് അവൾ നിൽക്കുന്ന കാണുമ്പോൾ ജയോള് ഇതുവരെ അങ്ങനെയൊന്നും അവളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് സാങ്യോളിന് മനസ്സിലാവും. ഇത് ബിസിനസ് മീറ്റിംഗ് ആണെന്ന് അറിയാലോ, അതിന് കൂടുതൽ അർത്ഥങ്ങളൊന്നും കൊടുക്കണ്ട, പക്ഷെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. സാങ്യോള് എല്ലാ കാര്യങ്ങളും ക്രുക്കഡായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാം അവന്റെ രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ ഉപയോഗിക്കുകയാണ്, നീ കൂട്ടുപ്രതിയാണെന്ന് ഇന പറഞ്ഞത് അവൾ ഓർക്കും. സാങ്യോള് ഒന്നും നിരജവയല്ല ചെയ്യുന്നതെന്ന് അവൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. തലേദിവസം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവർക്ക് ടെൻഷനാണ്. സാങ്യോളിന്റെ പ്രവർത്തികളിലൊക്കെ ഒരുപാട് പേർക്ക് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മീറ്റിങ്ങിന് വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപാട് എക്സിക്യൂട്ടീവ്സ് അവനെതിരായിട്ട് വോട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അതുപോലെ പവറുള്ള ആ ഒരു സ്ഥാനത്ത് വരാൻ യോഗ്യതയുള്ള മറ്റൊരാള് ഉണ്ടെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കണം. അതിന് ആകെ പറ്റുന്നത് ജയോളിനാണ്. അതുകൊണ്ട് തന്നെ അവര് ജയോളിനെ കാണാൻ പോകും. ജയോൾ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൂടെ കൊണ്ടുവന്ന് അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല മാറ്റം. സബ്സിഡിയറി കമ്പനീസ് മുഴുവൻ കൂട്ടാനാണ് സാങ്യോളുടെ പ്ലാൻ. അതുപോലെ ഇത്രയും പേർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്യും. കമ്പനിയിലേക്ക് തിരിച്ചു വരാനല്ല ആവശ്യപ്പെടുന്നത്, സാങ്യോളിനെ ഡിസ്മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന്റെ അടുത്ത് വോട്ട് ചെയ്യാനായിട്ട് പറയണം. അത് ജയോൾ പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് അവർ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇത് വന്ന് ആവശ്യപ്പെടാനായിട്ട് എങ്ങനെ തോന്നി? ഇയാള് എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പ്രിറ്റൻഡ് ചെയ്തെങ്കിലും ശരിക്കും കീജൂണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്ക് ഇതിലിനിയും ഇൻവോൾവ് ആകാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് സമാധാനത്തോടെ ജീവിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്കും ഇപ്പോൾ സമാധാനമുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇനിയൊന്നും ആവശ്യപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോകും. കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നതിൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും ജയോൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കീജൂണും ഇനയും ഒന്ന് കണ്ടതിന് ശേഷം എന്താണ് നടക്കുന്നതെന്ന് അവൻ സെർച്ച് ചെയ്ത് നോക്കും. പ്രശ്നം ഗുരുതരമാണെന്ന് അവന് മനസ്സിലാവും. പിറ്റേ ദിവസം ദേഷ്യത്തിലെ സാങ്യോള് മിസ് പാർക്കിനെ വിളിച്ചു വരുത്തും. ഓരോരുത്തരെയും അസിസ്റ്റ് ചെയ്യാനായിട്ട് ഓരോരോ ആൾക്കാർ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതുപോലെ തന്നെയാണല്ലോ ചെയ്തതെന്ന് അവൾ തിരിച്ചു ചോദിക്കും. പക്ഷെ അതൊന്നും പെൺകുട്ടികളല്ലായിരുന്നല്ലോ എന്ന് അവൻ വീണ്ടും ചോദിക്കുമ്പോൾ അവൾ മിണ്ടാതെ നിൽക്കും. അപ്പോൾ ഇയാൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനൊക്കെ അറിയാമല്ലേ, എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളെ എൻ്റെ കൂടെ വേണ്ട, ഞാൻ എന്ത് പറയുന്നു അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളുകൾ മാത്രം ഇവിടെ മതിയെന്ന് അവളോട് അവൻ പറയും. പിറ്റേ ദിവസം സാങ്യോൾ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ എംപ്ലോയീസ് എല്ലാം കൂടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതാണ് അവൻ കാണുന്നത്. അവൻ മറ്റുള്ള കമ്പനീസിൽ നിന്ന് കുറച്ച് ആളുകളുമായിട്ട് ഒരു മീറ്റിംഗ് അന്ന് അവിടെ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അവനാണല്ലോ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാറിപ്പോകാനായിട്ട് അവൻ എംപ്ലോയീസിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവരാരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് അവരെ അവിടുന്ന് ഫോഴ്സ്ഫുള്ളി മാറ്റാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റിയുടെ അടുത്ത് അവൻ പറയും. അവിടെ അങ്ങനെ ബഹളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ജയോളും ഇനയും കീജൂണും കൂടി വരും. ഇനയെ കാണുമ്പോൾ അവളുടെ ടീമിലെ ആളുകൾക്ക് ആശ്വാസമാവും. അവൾ എന്തോ പ്ലാനുമായിട്ടാണ് വന്നേക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും.